ഇ ഡി കേസുകളൊന്നും മര്യാദയ്ക്ക് അവസാനിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇ ഡി ഒരു ബഹളം ഉണ്ടാക്കും, രാഷ്ട്രീയമായി ആളുകളെ ദുരുപയോഗം ചെയ്യും, ദുരുപയോഗം ചെയ്ത് ആളുകളെ ഭീഷണിപ്പെടുത്തും, വരുതിക്ക് നിർത്തും. അത് കഴിഞ്ഞാൽ ആ കേസ് പിന്നെ എവിടെ പോയി എന്നറിയില്ല. അപ്പോൾ ഇനി വീണയെ കുടുക്കി കഴിഞ്ഞാൽ അതുവഴി പിണറായി വിജയൻ്റെ അടുത്ത് എത്തുമോ എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമാണ്. അവർ തീരുമാനിക്കണം എത്തും, അല്ലെങ്കിൽ വിട്ടുപോകും. എൻ്റെ ഒരു ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ ഇത് പിണറായി വിജയനെ വീണ്ടും വരട്ടാനുള്ളതാണ് എന്നാണ്. വരട്ടിക്കൊണ്ട് നിർത്തുക. അവർക്ക് ചില ടാർഗറ്റ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്കറിയില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. ആ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ് CMRL എവിടെ നിന്നാണ് മണൽ കിട്ടിയത്? ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കല്ലേ? ഈ ചോദ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മാത്രമേ പിണറായി വിജയൻ്റെ അടുത്തേക്ക് ഈ വഴി ഇടിക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷെ അത് ചോദിക്കുമോ, അതോ വീണ്ടും തലോടി വരട്ടി നിർത്തുമോ? ഇതൊക്കെ നമ്മൾ കണ്ട് അറിയേണ്ട കാര്യമാണ്. മാസപ്പടി കേസിൽ ഇന്നലെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ചോദ്യം ചെയ്യുന്നത്. 9 മണിക്കൂർ ആദ്യ ഒരു ദിവസം ചെയ്തു, ഇന്നലെയും 9 മണിക്കൂർ ചോദ്യം ചെയ്തു. പിന്നെ വീണ്ടും ഒരു ദിവസം അവിടെ തന്നെ ചോദ്യം ചെയ്യുമെന്ന് പറയുന്നു. ഇപ്പോൾ ശരിക്കും ഈ വീണയാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെക്കുന്നത്, അതോ ഉന്നതരായിരിക്കും ഇത് പോകാൻ സാധ്യതയുണ്ടോ? അതോ ഇതിനു മുമ്പ് മേടി പലതരത്തിൽ ഇവിടെ ചോദ്യം ചെയ്യാൻ എത്തിയിട്ടുണ്ട്, പലരെയും വിളിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ആ കേസുകളൊന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി? ഇതിൻ്റെ ഭാവി അത്ര ശോഭനമാണെന്ന് തോന്നുന്നില്ല. അതിന് കാരണം ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡി കേസുകളൊന്നും മര്യാദയ്ക്ക് അവസാനിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇ ഡി ഒരു ബഹളം ഉണ്ടാക്കും, രാഷ്ട്രീയമായി ആളുകളെ ദുരുപയോഗം ചെയ്യും, ദുരുപയോഗം ചെയ്ത് ആളുകളെ ഭീഷണിപ്പെടുത്തും, വരുതിക്ക് നിർത്തും. അത് കഴിഞ്ഞാൽ ആ കേസ് പിന്നെ എവിടെ പോയി എന്നറിയില്ല. വളരെ കുറച്ച് കൺവിക്ഷൻ റേറ്റുള്ള, അതായത് ശിക്ഷിക്കപ്പെടുന്ന റേറ്റുള്ള ഒരു വിഭാഗമാണ് ഇ ഡി. നമുക്കറിയാം 5% താഴെയാണ് പലപ്പോഴും. എന്ന് പറഞ്ഞാൽ 100 പേരെ പിടിച്ചാൽ 5 പേരാണ് ശിക്ഷിക്കപ്പെടുക. വീണ വിജയൻ്റെ കാര്യത്തിൽ കുറെ കൂടി സ്ട്രോങ് ആയ, അതായത് ബേസ് ഉള്ള എവിഡൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത്. കാരണം CMRL നിന്ന് പണം കൊടുത്തു എന്നത് വളരെ കൃത്യമാണ്. അതിന് ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ഉണ്ട്, CMRLൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. വീണ വാങ്ങിയത്, മറ്റേ ടാക്സ് കിട്ടിയതെന്തോ അതിൻ്റെ ഉണ്ട്. അപ്പോൾ എന്തിനു വാങ്ങി എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം നൽകാൻ വീണയ്ക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തിനു കൊടുത്തു എന്ന് പറയാൻ കൊടുത്തവർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഇവർക്ക് ലോൺ കൊടുത്തു എന്ന് പറയുന്നു, ലോൺ തിരിച്ചടയ്ക്കാൻ ലോൺ കൊടുത്ത കമ്പനി തന്നെ വീണ്ടും വായ്പ കൊടുക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരുപാട് തമാശകൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ലോൺ ഈ എന്താ പറയുക, മാസപ്പടി കൊടുക്കുന്നതിനനുസരിച്ച് തോട്ടപ്പള്ളിയിലെ ഖനനത്തിന് അനുമതി കൊടുത്തു എന്ന വാദവും എന്നതും ഏതാണ്ട് സാഹചര്യ തെളിവുകൊണ്ട് കറക്റ്റാണ്. 342 രേഖകൾ ഇ ഡി പിടിച്ചു എന്നൊക്കെയാണ് കണക്ക്. എൻ്റെ എണ്ണമൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാ ദിവസവും വീണ കുടുങ്ങും എന്നൊക്കെ പറഞ്ഞ് വാർത്തകളും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇ ഡി ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇ ഡി പറയുന്നത് ഇവർക്ക് പണം കൊടുത്തത് എക്സ്ട്രാ ആയിട്ടുള്ള ഈ പണത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ അപ്പുറത്തുള്ള മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്കുള്ള ആനുകൂല്യത്തിന് വേണ്ടിയാണ് എന്ന് ഇ ഡി വാദിക്കുന്നുവെങ്കിൽ അതിൽ പിണറായി വിജയൻ അടക്കമുള്ള ഒരു പ്രതിയാണ്. കാരണം പിണറായി വിജയന്റെ മകൾ എന്നതാണല്ലോ വീണ വിജയനുള്ള ഏക ക്വാളിറ്റി. അവർക്ക് വെറുതെ പണം കൊടുക്കണമെങ്കിൽ വെറുതെ കൊടുക്കില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കരിമണൽ ഖനനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്തു കൊടുത്തുവോ, അത് ഇതുമായി ബന്ധപ്പെട്ടതാണോ? പ്രത്യേകിച്ചും പ്രളയ നിവാരണം എന്നർത്ഥത്തിൽ, ദുരന്ത നിവാരണം എന്നർത്ഥത്തിൽ അവിടെ നിന്ന് ഒരു എല്ലാ നിയമങ്ങളും ലംഘിച്ചു കൊടുത്തത്. ഇനിയും ചില ആളുകൾ പറയുന്നത് എല്ലാ ഡോക്യുമെന്റും ചോദിച്ചു, ഡോക്യുമെന്റിൽ പറയുന്ന കാര്യം വീണ പറയുന്ന കാര്യം തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല, അതുകൊണ്ട് സാധാരണ വിളിക്കുക. സാധാരണ ഇത് നമ്മൾ ചോദ്യങ്ങൾ പൂർണ്ണമായി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വിളിക്കും. ഇനിയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് ചോദിക്കാം, അങ്ങനെയും ചെയ്യാം. വന്നില്ലെങ്കിൽ വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി മൂന്നാമത്തെ തവണയും ഇ ഡി വിളിക്കുന്നുവെങ്കിൽ ഇ ഡിയുടെ സംശയങ്ങൾ, ഇ ഡിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം വീണ നൽകിയിട്ടില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയല്ലേ ഇതിന് കാണാൻ പറ്റൂ. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അടുത്തതിൽ ചെന്നാൽ കിട്ടുമോ? അടുത്ത സിറ്റിങ്ങിൽ കിട്ടുമോ? കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പല ഓപ്ഷൻ ഉണ്ട്.
ഇപ്പോൾ കൊടുത്ത ആളെയും വാങ്ങിയ ആളെയും വേണമെങ്കിൽ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാം, ഒരേ വേദി. അവർ ആദ്യം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കർത്താവിൻ്റെ കമ്പനിയുടെ CMRLന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടു. കുറെ ആളുകൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനി അവരെയും, ഞാൻ കൊടുത്ത ആളാണ്, നിങ്ങൾ വാങ്ങിയ ആളാണെങ്കിൽ കൊടുത്ത ആളെയും വാങ്ങിയ ആളെയും കൂടി ഇരുത്തി വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിൽ കോൺഫ്ലിക്റ്റ് വരാം. അല്ലെങ്കിൽ വീണ പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ, മറ്റേ ആൾ പറയുകയാണ് ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഇത് മാച്ച് ചെയ്യില്ല. ചിലപ്പോൾ ഞങ്ങൾ കൊടുത്തതിനേക്കാൾ കുറവാണ് അവർ പറയുന്നതെങ്കിൽ അതൊക്കെ വെരിഫൈ ചെയ്യേണ്ടി വരും, മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കുറ്റവാളിയെ പിടിക്കാനാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള വിരട്ടാണോ, ED സാധാരണ ചെയ്യുന്ന തരികട വിരട്ടാണോ എന്ന്, കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണോ എന്ന് കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നിരവധി കേസുകളിൽ, സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും മറ്റ് കേസുകളാണെങ്കിലും, മറ്റേ ഇത് ഈത്തപ്പഴത്തിനിടയിൽ സ്വർണം വെച്ചു എന്ന് പറയുന്ന കേസാണെങ്കിലും, ഖുറാന്റെ ഇടയിൽ സ്വർണം കൊണ്ടുവന്നു പറഞ്ഞ കേസാണെങ്കിലും, സ്വപ്ന സുരേഷ് നടത്തിയ നിരവധി വെളിപ്പെടുത്തലാണെങ്കിലും, ഒരു സാർത്ഥകമായ അന്വേഷണം ഇതുവരെ നടന്നതായിട്ട് നമുക്കറിയില്ല. അപ്പൊ പിന്നെ ഇതിൽ മാത്രം നടക്കുമോ, ഇതിൽ പിടിക്കുമോ? എൻ്റെ ഒരു ഫസ്റ്റ് ഇൻറ്റ്യൂഷൻ ഇത് പിണറായി വിജയനെ വീണ്ടും വരട്ടാനുള്ളതാണ് എന്നാണ്. വരട്ടിക്കൊണ്ട് നിർത്തുക. അവർക്ക് ചില ടാർഗറ്റ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്കറിയില്ല. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. ആ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടിയാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ BJPക്ക് പ്രത്യേകിച്ച് പിണറായി വിജയനെ കൊണ്ട് നേരിട്ട് ഉപകാരമൊന്നുമില്ല. പക്ഷെ ഒരു ഉപകാരമുണ്ട്. പിണറായി വിജയനെ ദുർബലനാക്കി കൊണ്ടുവന്നാൽ പിണറായി വിജയൻ ഈ സ്ഥാനത്ത് നിന്ന് മാറാനും പറ്റില്ല. പണ്ട് KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ, നമ്മുടെ വോട്ടാണ് ഇനി BJPക്ക് പോകാനുള്ളത്. അത് മുഴുവൻ പിടിച്ചെടുക്കലാണോ ഉദ്ദേശം, രാഷ്ട്രീയ ഉദ്ദേശം, അതും അറിയില്ല. മറ്റൊന്ന്, അങ്ങനെ CPM വീക്കെൻഡ് ആയാൽ അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് UDFും കോൺഗ്രസുമാണ്. അത് BJPക്ക് താല്പര്യമുള്ള കാര്യമാണ്. കാരണം എന്തായാലും അടുത്ത ഇലക്ഷനിൽ പോലും BJPക്ക് അധികാരത്തിൽ വരാം എന്നൊരു ധാരണ അവർക്കില്ല, 31-ൽ പോലും. അപ്പോൾ പിണറായി വിജയനെ ക്ഷീണിപ്പിച്ച് ഇതെടുത്ത കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത് പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഇക്വേഷൻ വരാം. അപ്പോൾ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് ക്ലിയറാണ്. ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വന്നപ്പോൾ ഇത് പേടിച്ചിട്ടാണ് PM ശ്രീ ഒപ്പിട്ടെ എന്ന ഒരു വാദം ചിലർ ഉന്നയിച്ചിട്ടുണ്ട്. PM ശ്രീ ഒപ്പിട്ടത്, തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാമല്ലോ, അല്ലെങ്കിൽ ഇത്രയും നിർണായകമായ ഒരു കാര്യം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാമല്ലോ, പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാമല്ലോ, പാർട്ടി സെക്രട്ടറിയോട് പറയാമല്ലോ. ഒന്നും ചെയ്യാതെ പോയി. അപ്പോൾ അവിടുന്ന് ഒരു പ്രഷറിന്റെ പുറത്ത് പോയി ഒപ്പിട്ടതാകാം എന്നൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അതും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ PM ശ്രീ ഒപ്പിട്ട് കൊടുത്ത് ഒരു മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി, ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണോ ഇത് ചെയ്യുന്നത്? അതോ അദ്ദേഹത്തെ ടെൻഡർ ഹുക്കിൽ നിർത്താന്ന് പറയില്ലേ, നമ്മള് വിരട്ടി നിർത്താന്ന് പറയില്ല, അനങ്ങാതെ അങ്ങനെ നിർത്താനാണോ ചെയ്യുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കണ്ട കാര്യമാണ്. എന്തായാലും കേരളം ഒറ്റ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വീണ വിജയനും കറക്റ്റായിട്ട് ആൻസർ പറയുന്നില്ല എന്നതും, അപ്പൊ അടുത്ത ആളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ, അത് മാത്രമല്ല കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യൽ പിണറായി വിജയന്റെ അടുത്തേക്ക് പോകും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവർ തീരുമാനിച്ചാൽ പോകും. യഥാർത്ഥത്തിൽ ഈ കേസ് പിണറായി വിജയന്റെ അടുത്ത് വരെ എത്തേണ്ടതാണ്. മുഖ്യമന്ത്രി ഇടപെട്ട് കൊടുത്ത ഡിസാസ്റ്റർ മാനേജ്മെന്റ് അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ മാറ്റാൻ, ഞാൻ വീണ്ടും പറയുന്നു, മണൽ എടുക്കാൻ ഉത്തരവില്ല, ചാലിൽ നിന്ന് മണൽ മാറ്റാനേ പറ്റുള്ളൂ. പക്ഷെ മണലും കൊണ്ടുപോയി ആള്. അതാണ് പ്രശ്നം. അത് ആര് കൊണ്ടുപോയി, എന്തിനു കൊണ്ടുപോയി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ കൂടുതൽ മണലെടുത്തിട്ട് KMML എന്തെങ്കിലും കൂടുതൽ ഉണ്ടായോ അത് നോക്കാമല്ലോ. ഇവിടുന്ന് കൂടുതൽ മണലെടുത്തു, KMML കൊണ്ടുപോകുന്നു നോക്കിയാൽ വാദത്തിന് വേണ്ടി, അല്ലെ IR അവരുടെ ഉൽപ്പാദനം കൂടിയോ? ഇത്രയും മണൽ ഇവിടുന്ന് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ഉൽപ്പാദനം കൂടിയോ? KMML എവിടെ ഈ CMRL എവിടെ മണൽ കിട്ടിയത്? ഈ ചോദ്യങ്ങളൊക്കെ നിൽക്കല്ലേ. ഈ ചോദ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചോദിച്ചാൽ മാത്രമേ പിണറായി വിജയന്റെ അടുത്തേക്ക് ഈ വഴി ഇടിക്കെത്താൻ പറ്റുള്ളൂ. പക്ഷെ അത് ചോദിക്കുമോ, അതോ വീണ്ടും തലോടി വിരട്ടി നിർത്തുമോ? ഇതൊക്കെ നമ്മൾ കണ്ട് അറിയേണ്ട കാര്യമാണ്. എന്തായാലും പാർട്ടി ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ TP രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ശൈലജയും പറഞ്ഞു ഇത് പിന്നെ പാർട്ടിയായിട്ട് ബന്ധമുള്ള കേസല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പാർട്ടി ശരിക്കും ഇവരെ ഉപേക്ഷിച്ച പോലെയാണോ? എങ്ങനെയാണ്?
അല്ല, പാർട്ടി ഉപേക്ഷിച്ച പോലെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഇനി ഇതിൽ ഇടപെടാൻ പറ്റില്ല. വീണയുടെ കേസിനെ ആദ്യം മുതൽ ഡിഫെൻഡ് ചെയ്തവരാണല്ലോ ഇവരൊക്കെ. വീണ ഒരു കുറ്റം തെറ്റും ചെയ്തിട്ടില്ല, വീണ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ വീണയുടെ കേസിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറയുന്നത്. അത്രയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ED ആക്രമണത്തിന്റെ ഫലമായി ഏതാണ്ട് ആ ലെവലിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വീണ വിജയനെതിരെയുള്ള കേസിന് എന്തിനാ പാർട്ടി ഇടപെടണം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. വീണ കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോയല്ലോ. പാർട്ടിക്ക് ഇപ്പോൾ ഉറപ്പില്ലല്ലോ. ഇതിനു മുമ്പ് അങ്ങനെയല്ലല്ലോ. വീണ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിണറായി വിജയനെ കുടുക്കാനെന്ന്. അപ്പൊ ഇനി വീണയെ കുടുക്കി കഴിഞ്ഞാൽ അതുവഴി പിണറായി വിജയന്റെ അടുത്ത് എത്തുമോ എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ്. അവർ തീരുമാനിക്കണം എത്താൻ എത്തും, അല്ലെങ്കിൽ വിട്ടുപോകും.